PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അസിസ്റ്റന്റ് സെയിൽസ്മാനും ഏതൊരു PSC പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു കറണ്ട് അഫയേഴ്സ് പോർഷൻ ആണ്. അതിനാൽ നമ്മൾ കേരളത്തിലെ പദവികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഒന്ന് വീഡിയോക്ക് ലൈക്ക് അടിക്കുക, ഒന്ന് കമന്റ് ചെയ്തുകൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ടു പഠിക്കുക. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഡെയിലി 200 ഡേ ചലഞ്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 77ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള വീഡിയോ കണ്ടു നോക്കാത്തവരാണെങ്കിൽ കണ്ടു നോക്കണം. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തേക്ക് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമുക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ്. വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കേരള പദവികൾ കറണ്ട് അഫയേഴ്സ് നോക്കാം. എനിക്ക് തീരെ സുഖമില്ല, അതുകൊണ്ട് സൗണ്ട് ഒന്നും അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് എക്സാം ആകാറായല്ലോ എന്നോർത്തിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ സൗണ്ട് വേരിയേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് ചിലപ്പോൾ പതുക്കെ ആയിരിക്കും, സൗണ്ട് ഒന്ന് കൂട്ടി വെച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് പഠിക്കാം കേരള പദവികൾ. സംസ്ഥാന പിന്നോക്ക വിഭാഗം കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ജി ശശിധരനാണ് കേട്ടോ. നിലവില് സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജി ശശിധരനാണെന്ന് ഓർക്കുക കേട്ടോ. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ BS മാവോജിയാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ. 11ാമത് ശമ്പള കമ്മീഷൻ ചെയർമാൻ കേരളത്തിലെ ആരാണ്? കെ മോഹൻദാസ് ആണ്. സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജി ശശിധരൻ. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ BS മാവോജി. 11ാമത് ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ്? കെ മോഹൻദാസ്. അപ്പൊ ഞാൻ ഈ വീഡിയോടൊപ്പം തന്നെ നിങ്ങൾ അങ്ങ് പഠിച്ചു പോകണം കേട്ടോ. അടുത്തത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ആരാ? പിണറായി വിജയൻ. അതായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് ഇപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ പിണറായി വിജയനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വൈസ് ചെയർമാൻ ആരാ? കെ രാജനാണ്. ആരാണ്? കെ രാജനാണ്. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാറാണ്. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആരാ? വി സുനിൽകുമാറാണ്. അപ്പൊ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ പിണറായി വിജയൻ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വൈസ് ചെയർമാൻ കെ രാജൻ, കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ. സംസ്ഥാന ലോകായുക്ത ആരാണ്? സംസ്ഥാന ലോകായുക്ത എൻ അനിൽകുമാർ ആണ് സംസ്ഥാന ലോകായുക്ത. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ ആണ് കേട്ടോ. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ ആണ്. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ KC റോസക്കുട്ടിയാണ്. KC റോസക്കുട്ടിയാണ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ. അപ്പോ സംസ്ഥാന ലോകായുക്ത എൻ അനിൽകുമാർ, കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ, സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ KC റോസക്കുട്ടി. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാ? ഷാജി എൻ കരുണനാണ്. ഷാജി എൻ കരുണൻ. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലാണ്. ഗോപി കോട്ടമുറിക്കൽ. കേരള ബാങ്കിന്റെ CEO ജോർട്ടി എം ചാക്കോയാണ്. ജോർട്ടി എം ചാക്കോയാണ് കേരള ബാങ്കിന്റെ CEO. അപ്പൊ ഓർക്കുക, എന്താണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ? ഷാജി എൻ കരുണൻ. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ. കേരള ബാങ്ക് CEO ജോർട്ടി എം ചാക്കോയാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ. മലയാളം വിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലിയാണ് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്. സംസ്ഥാന വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത. അപ്പോ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? അത് പ്രേംകുമാർ ആണ്. മലയാളം വിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി. സംസ്ഥാന വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയാണ് കേട്ടോ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ CK അബ്ദുറഹിമാണ്. 7ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KN ഹരിലാൽ. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ K സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. അപ്പൊ ഏതൊക്കെയാണ്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ CK അബ്ദുറഹിമാനാണ്. 7ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KN ഹരിലാൽ. കേരള സംസ്ഥാന അക്കാദമി ചെയർമാൻ K സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. അടുത്തത് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ
മുരളി ചീരോത്ത്. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ്? മുരളി ചീരോത്ത്. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആരാണ്? OS ഉണ്ണികൃഷ്ണൻ. കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്. കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ് കേരള അഡ്വക്കേറ്റ് ജനറൽ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ MR ബൈജു. ആരാണ്? MR ബൈജു ആണെന്ന് കൂടി ഓർക്കുക കേട്ടോ. അപ്പോ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്, കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ, കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്, ഇനി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ MR ബൈജു കൂടിയാണെന്ന് ഓർക്കുക. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ്? M ഷാജർ ആണ്. സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് G ശശിധരനാണ്. ആരാണ്? ജസ്റ്റിസ് G ശശിധരൻ. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. അപ്പൊ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ്? M ഷാജർ ആണ്. സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് G ശശിധരനാണ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. ഇനി സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P സവിദേവിയാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ AM റഷീദ് ആണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ V ഹരിനായർ ആണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ അല്ലെങ്കിൽ സംസ്ഥാന അതിർത്തി പുനർനിർണയ കമ്മീഷൻ ചെയർമാൻ A ഷാജഹാൻ ആണെന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ നോക്കണേ, സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P സതിദേവിയാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ AM റഷീദ് ആണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ V ഹരിനായർ ആണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ ഓർ സംസ്ഥാന അതിർത്തി പുനർനിർണയ കമ്മീഷൻ ചെയർമാൻ A ഷാജഹാൻ ആണെന്ന് കൂടി ഓർക്കുക. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദർ ആണ്. 39ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ നമ്മുടെ നിതിൻ കുമാർ ജാംദർ എന്ന് കൂടി ഓർക്കുക. കേരള ചീഫ് സെക്രട്ടറി A ജയതിലക് IAS ആണ്. 50ാമത് കേരള ചീഫ് സെക്രട്ടറി ആണ് A ജയതിലക് IAS എന്ന് പറയുന്നത്. അപ്പോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അലക്സാണ്ടർ തോമസ് ആണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദർ ആണ്. 39ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുക്കർ ജാംദർ. ഇനി കേരള ചീഫ് സെക്രട്ടറി A ജയതിലക് ആണ്. 50ാമത് കേരള ചീഫ് സെക്രട്ടറി ആണ് A ജയതിലക് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടാണ് പഠിച്ചു പോയത്. അപ്പൊ കറണ്ട് അഫയേഴ്സിൽ ഇതിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ഇത് പഠിച്ചു വെക്കാൻ മറക്കാതെ പഠിച്ചു വെക്കുക. ആദ്യമായിട്ടാണ് PSC Crown യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ്. വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.